ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമുക്ക് എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കേസിൽ എങ്ങനെയാണ് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? നമുക്കറിയാം 40 മാർക്കിനാണ് നമ്മൾ പ്രാക്ടിക്കൽ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ 8 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എഴുതാനായിട്ടുണ്ടായിരിക്കുക. അങ്ങനെ 32 മാർക്ക്. ഇനി ബാക്കി 8 മാർക്ക് എന്ന് പറയുന്നത് 4 മാർക്ക് നമ്മളെ റെക്കോർഡ് ബുക്കിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ 4 മാർക്ക് നമ്മളെ വൈവയ്ക്കായിട്ടാണുള്ളത്. ഇനി 8 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആദ്യത്തേത് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഡാറ്റ എൻട്രി, അതേപോലെ തന്നെ കറക്റ്റായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ആ ഒരു മെത്തേഡ് ചെയ്യുന്നതിനും ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്ന ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിനും. ഇങ്ങനെ 2 മാർക്കാണ് ഓരോ പ്രോസസ്സിനും നമുക്കുള്ളത്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് 1 മാർക്കാണ് നമ്മളെ കൺക്ലൂഷൻ അഥവാ റിസൾട്ടിനായിട്ട് നമുക്കുള്ളത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് വൈവയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. വൈവയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെക്കോർഡ് ബുക്കിലെ പ്രിൻസിപ്പിൾസ് നിങ്ങൾ റെഫർ ചെയ്യുക. പിന്നെ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അത് റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കുന്നത്, ഈ കാര്യങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ വൈവ നമുക്ക് സെറ്റാക്കാം. സോ പ്രാക്ടിക്കൽ എക്സാംസിന് എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.